ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സൈദാസ് ക്യൂട്ട് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും എവിടെ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതേപോലെ തന്നെ അൽഹംദുലില്ലാ ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെന്താ, ഇന്നത്തെ നമ്മളുടെ വീഡിയോ കിച്ചൺ തന്നെയാണ് കേട്ടോ. കിച്ചൺ വിട്ടിട്ടില്ല. നമ്മൾ കിച്ചൺ ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കിച്ചണിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കിച്ചൺ മേക്ക് ഓവറിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ പിന്നീട് നമ്മൾ കിച്ചണിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇനിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോണ്ടല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളിന്ന് കിച്ചണിൽ 2-3 ചേഞ്ചസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ പരിപാടി വാൾട്ടൈലിൽ വാൾപേപ്പർ ഒട്ടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വാൾപേപ്പറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വാൾപേപ്പർ വന്നിട്ട് പക്ഷേ വാൾപേപ്പർ നോക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് ഇപ്പോഴാണ് കേട്ടോ വാൾപേപ്പർ നല്ലതാണോ എന്നൊക്കെ നോക്കണത്. വാൾപേപ്പർ പാക്ക് ചെയ്തതൊക്കെ ആസിമോനാണ് കേട്ടോ എനിക്ക് മാറ്റി തരുന്നത്. നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ, നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. വാൾപേപ്പർ ഇപ്പോൾ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി പോണത് ഈ ഒരു വാൾട്ടയിൽ ഒട്ടിച്ച് ഈ ഒരു ഭാഗത്താണ്. അപ്പം ഇനി ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അല്ലാഹുവേ, ഇതിലും ഭേദം വാൾപേപ്പർ ഒട്ടിക്കാതിരിക്കണതായിരുന്നു നല്ലതെന്ന് ലാസ്റ്റ് തോന്നല്ലേന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വാൾപേപ്പർ ഒട്ടിക്കാൻ വേണ്ടി തുടങ്ങിയത്. നമ്മൾ ഈ ഒരു വാൾപേപ്പർ വാങ്ങിയത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ആമസോണിൽ ഇതിൻ്റെ തന്നെ കുറേ കാണിക്കുന്നുണ്ട് കേട്ടോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ്. ഞാനതിലൊരു ക്രീമായിട്ട് താഴെ നമ്മളെ കബോർഡ് ഒരു ക്രീം കളറാണല്ലോ, അപ്പോൾ അതിനോട് മാച്ചായിട്ട് വരുന്നൊരു വാൾപേപ്പറാണ് വാങ്ങിയത്. നമ്മൾ ലാസ്റ്റ് ഒട്ടിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് മാച്ചായിട്ട് വരുമെന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഇത്രയും നാളായിട്ട് വീഡിയോസൊന്നും കാണാത്തത്, എന്ത് പറ്റിയെന്നൊക്കെ. വയ്യാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഈ ഒരു വീഡിയോ കുറേ നാളായിട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് വോയിസ് കൊടുക്കാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇത്രയും നാൾ വീഡിയോ ചെയ്യാതിരുന്നിട്ടും എന്നാരും മറന്നു പോയില്ലല്ലോ. അതേപോലെ തന്നെ ഒരുപാട് തിരക്കിൻ്റെ ഉള്ളിലും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു വാൾപേപ്പറിൻ്റെ മേലെ വെള്ളമൊന്നായാൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇതിനു മുമ്പ് ഞാനൊരു വാൾപേപ്പർ വാങ്ങിയിട്ടുണ്ടായി. അല്ലാഹുവേ, ആ വാൾപേപ്പർ ഉണ്ടല്ലോ കിച്ചണിലേക്കുള്ളതായിരുന്നില്ല കേട്ടോ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും നനയാൻ പറ്റില്ല. ഇത് പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ശരിക്കും ഷീറ്റ് തന്നെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് തുടച്ചൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ വെള്ളമൊന്നായാൽ കുഴപ്പമില്ല. അങ്ങനെ ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ നേരിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ വാൾപേപ്പർ ഒട്ടിക്കാൻ വേണ്ടി പോണത്. ഇവിടെ കുറച്ചൊരു പണി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്ത് വൈറ്റ് വാൾപേപ്പറാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഒരു സൈഡ് ഈ ഒരു വാൾപേപ്പറും നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗം വൈറ്റ് വാൾപേപ്പർ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളതിൽ കുറച്ച് വൈറ്റ് വാൾപേപ്പർ ഉണ്ട്. അപ്പോൾ പിന്നെ അത് എടുക്കാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ ഐഡിയ ആണ് കേട്ടോ അത്. എന്ത്, നമുക്കൊരു സൈഡ് വൈറ്റ് വാൾപേപ്പർ ഒട്ടിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും ആയില്ല കേട്ടോ. സംഭവം ആ ഒരു ഐഡിയനെ കുറ്റം പറയാൻ പറ്റൂല കേട്ടോ. കാരണം ഒരു സൈഡ് ഇങ്ങനെ ഒരു ഡിസൈനായിട്ടുണ്ടായിക്കോട്ടെ, ഒരു സൈഡ് പ്ലെയിനായിട്ട് കിടന്നോട്ടെ. ആ ഒരു ഐഡിയയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ വിചാരിക്കണ പോലെ ആവണമല്ലോ, അതായില്ല കേട്ടോ. ആവാതിരിക്കാനുള്ളൊരു കാരണം നമ്മൾ താഴെ കബോർഡ് ക്രീം കളറാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് വാൾപേപ്പർ വെച്ച് നോക്കിയപ്പോൾ ആ ഒരു കബോർഡും
നമ്മളെ ഫ്ലോറും ഒരു കളറില്ലാത്ത പോലെ തോന്നണം കേട്ടോ. അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഈ ഒരു വാൾപേപ്പർ തന്നെ ആ സൈഡ് ഒട്ടിച്ചതിൻ്റെ കുറച്ചുണ്ടായി. അപ്പോൾ അത് തന്നെ ഇവിടെ ഒരു കോർണറിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ വാളിൽ പേപ്പർ ഒട്ടിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ് ഇട്ടത്. കാരണം കബോർഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ശരിക്കും നിന്നിട്ട് ഒട്ടിക്കാനും പറ്റൂല. പിന്നെ അതേപോലെ തന്നെ കോർണറും അല്ലേ, അതുകൊണ്ട് നമുക്ക് ശരിക്കും വാൾപേപ്പർ ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റണില്ല കേട്ടോ. അവിടെ ഉമ്മ അതുകൊണ്ട് കുനിഞ്ഞ് നിന്നിട്ടാണ് കേട്ടോ അവിടെയൊക്കെ വാൾപേപ്പർ ഒട്ടിച്ചെടുത്തത്. ഉമ്മ ഒറ്റക്കായതുകൊണ്ട് താഴെ നിന്നുള്ള ഒരു സ്റ്റിക്കർ ഒലിച്ചെടുക്കണത് ഉമ്മ തന്നെയാണല്ലോ. അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഒട്ടിച്ച് കൊടുക്കുകയും വേണം, താഴെ നിന്നുള്ള ഒരു സ്റ്റിക്കർ ഒലിച്ചെടുക്കുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അത് നമ്മൾ ചുളിയാണ്ട് ഒട്ടിച്ചെടുക്കാൻ. മറ്റേ വാൾപേപ്പർ അത്രേ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ സമാധാനത്തിന് വേണ്ടി വൈറ്റ് വാൾപേപ്പർ തന്നെ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ. ഉമ്മ പാവം, ഉമ്മ കിടന്നിട്ടൊക്കെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പം അതങ്ങനെ ആയിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ കിച്ചണിലുണ്ടല്ലോ ഇങ്ങനൊരു ആർച്ച് ഷേപ്പിലാണ് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം ഉമ്മ ഇങ്ങനെ ഒരു പ്ലൈവുഡ് വെച്ച് മറച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ആദ്യമോനും കുഞ്ഞാവൊക്കെ ഉമ്മ ഇവിടെ ഇരുത്തിയാണ് കേട്ടോ ഭക്ഷണമൊക്കെ കൊടുക്കാറുള്ളത്. അങ്ങനെ ഇതേപോലെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ പ്ലൈവുഡിൻ്റെ മേലെ നമുക്ക് വാൾപേപ്പർ ഒട്ടിച്ച് കൊടുത്താൽ മതി. പക്ഷെ ഉണ്ടല്ലോ അത് പിറ്റേ ദിവസം നമുക്ക് അടുപ്പ് പൊളിച്ച് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ കിച്ചണിൻ്റെ ഉള്ളിൽ അടുപ്പ് കത്തിക്കാറില്ല കേട്ടോ. പുകയൊക്കെ ഉള്ളിലേക്ക് വരുന്നത് കൊണ്ട് കത്തിക്കാറില്ല. അതുകൊണ്ട് അവിടെ നിന്ന് അതിനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിറ്റേ ദിവസമായിരുന്നു കേട്ടോ നമുക്ക് പൊളിക്കാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത പണികൾ രണ്ടാമതും ആവർത്തിക്കേണ്ടി വന്നു കേട്ടോ. നമ്മൾ സ്ലാബിൻ്റെ അടിയിലൊക്കെ പെയിൻറ്റ് ചെയ്തതൊക്കെ രണ്ടാമതും പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. കാരണം നമ്മൾ അടുപ്പൊക്കെ പൊളിക്കുമ്പോൾ നല്ല പൊടിയും കട്ടയും കല്ലൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ആയിട്ട് രണ്ടാമതും സ്ലാബിൻ്റെ അടിയൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പം പിറ്റേ ദിവസം രാത്രിയാണ് കേട്ടോ നമ്മളിവിടെ വാൾപേപ്പർ ഒട്ടിച്ചത്. പിന്നെ അതേ ശേഷം ഉണ്ടല്ലോ ഈ ഒരു വാൾപേപ്പറാണ് കേട്ടോ ഒട്ടിക്കാൻ വേണ്ടി എടുത്തത്. ഈ ഒരു വാൾപേപ്പർ കുറേ നാളായിട്ട് എടുത്തു വെച്ചിരുന്നൊരു പേപ്പറാണ് കേട്ടോ. എവിടെ ഒട്ടിക്കൂ എന്നുള്ളതിൽ ഇപ്പോഴാണ് തീരുമാനമായത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വാളിങ്ങനെ വെറുതെ കിടക്കണുണ്ട്. എന്നാൽ പിന്നെ ഇവിടെ തന്നെ ഒട്ടിക്കാന്ന് എഴുതിട്ടോ. കൊത്തിയിട്ട് ഒരു കൊതു തന്നെ കുത്തിയിട്ടില്ല. അതിന് പിന്നെ പറന്ന് പോകാൻ പറ്റുന്നില്ല. ഞാൻ വെറുതെ വിട്ടു. നമ്മളതിൽ കുറച്ച് വാൾപേപ്പറുള്ളൂ കേട്ടോ ഇത്. അതുകൊണ്ട് അവിടെ ആ ഒരു വാളങ്ങനെ നിർത്തിയിട്ട് ഈ ഒരു സൈഡ് ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ബാക്കി അവിടെ ഒട്ടിച്ചെടുക്കാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു വാൾപേപ്പർ ഒട്ടിച്ചെടുത്തത്. പിന്നെ ആര് വന്നാലും നമ്മൾ ഡോർ ക്ലോസ് ചെയ്തിട്ടോ. കാരണം ഡോറിൻ്റെ പിന്നേക്ക് വാൾപേപ്പർ തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഡോർ ഇങ്ങനെ തുറന്ന് വെക്കണം. പിന്നെ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കിച്ചൺ ഫുള്ളായിട്ട് ഫിനിഷിങ് ആക്കിയത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.